ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ഡേ മൈ ലൈഫ് ആട്ടോ. ഇപ്പോൾ ഈ രാവിലെ ഒരു 7:30 അല്ല, ഇതൊരു 5 മണിയായി. ഒരാൾ 5 മണിയാകുമ്പോൾ ഷാർപ്പ് 5 o'clock ആകുമ്പോൾ എണീക്കും. ആൾ അപ്പയുടെ ഇതാണ് ഫോളോ ചെയ്യുന്നത്. കറക്റ്റ് ടൈമിന് ഉറങ്ങും, കറക്റ്റ് ടൈമിന് എണീക്കും. അങ്ങനെ അപ്പോൾ ഒരാൾ നേരത്തെ എഴുന്നേറ്റ് കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ ആൾ ഉറക്കമാണ്. ഇന്നെന്തോ ചേട്ടൻ ഓഫായതുകൊണ്ട് രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റു. ഇല്ലെങ്കിൽ ഒരു 8:30 വരെയൊക്കെ കിടന്ന് ഉറങ്ങാറുള്ളതാണ്. നേരത്തെ എഴുന്നേറ്റ് അവർ പരിപാടി തുടങ്ങി. എനിക്കപ്പോഴും അവർക്ക് ക്ഷീണം മാറിയിട്ടില്ല, കാരണം ഒരാൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എണീറ്റുകൊണ്ടിരിക്കും. ഇന്നെന്തോ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര മടി, തുമ്മലൊക്കെ ആയതുകൊണ്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരാൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ആളുടെ പിടിച്ച് നിൽക്കാനുള്ള സ്ഥലമാണ്, അവിടെ ഒന്ന് കളയും. ഒരാൾ പുറത്തേക്ക് ചാടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആൾ നോക്കി എന്താ അവിടെ നടക്കുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെപ്പോഴും ഉറക്കത്തിലാണ്. എണീക്കാൻ പറയുന്നുണ്ട് ചേട്ടൻ. ഇപ്പോൾ ഇവിടെ പുറത്തത്തെ കാഴ്ച. അത്യാവശ്യം ചെറിയ മഴയുണ്ട്. ഇപ്പോൾ ഒന്ന് വെട്ടം വെച്ചു തുടങ്ങിയേ ഉള്ളൂ. ഇരുട്ടായിരുന്നു. ഇപ്പം ഡേ ലൈറ്റ് ഭയങ്കര കുറവാണ് ഇവിടെ. പുറത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ചെറിയ രീതിയിലൊക്കെ വ്യക്തമായി തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഭയങ്കര നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പ്രയറൊക്കെ എത്തിച്ച് രാവിലത്തെ ദിവസം നമ്മളങ്ങനെ തുടങ്ങി. നമ്മളിന്ന് ഇവർക്കിന്ന് കൊടുക്കുന്നത് ഒരു ക്യാരറ്റും ഒരു ആപ്പിളാണ്. നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് ക്യാരറ്റും ആപ്പിളും ഇട്ട് ഒരു 10-15 മിനിറ്റ് നല്ല സോഫ്റ്റ് ആവണം അത്ര നേരം നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കും. അതിനുശേഷം നമ്മളിതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അതിന് മുമ്പ് നമ്മൾ കുട്ടിക്ക് ഏത് ഫോർമുലയാണോ കൊടുക്കുന്നത്, ചിലവർ ബ്രസ്റ്റ് ഫീഡ് ഒഴിക്കാറുണ്ട്, ചിലവർ വാട്ടറാണ് ചേർക്കുന്നത്. നമ്മൾ ഫോർമുല ഫീഡാണ് കൊടുക്കുന്നത്. സാധാ മിനറൽ വാട്ടറിൽ ഫോർമുല കലക്കിയാണ് കൊടുക്കാറ്. ഇന്ന് മിനറൽ വാട്ടർ തീർന്നു പോയി, അതുകൊണ്ടായിട്ട് റെഡി ടു ഫീഡ് മിൽക്ക് നമ്മൾ ആഡ് ചെയ്യണം. അതിന് മുമ്പ് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മളിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. ക്യാരറ്റും ആപ്പിളും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വേണ്ട പാലൊഴിച്ച് കൊടുത്ത് നമ്മൾ മിക്സി ഓണാക്കി നന്നായിട്ട് അത് പ്യൂരി ടൈപ്പാക്കി എടുക്കും. എനിക്കിങ്ങനെ തുണിയിടുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇങ്ങനെ മിക്സി ഓൺ ചെയ്തിട്ട് ഇങ്ങനെ തെറിക്കുക അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക. ഞാനൊരു തുണിയൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയി. നമ്മളിതിന് ഇത് എടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി വെക്കുന്നപ്പോൾ കുഴപ്പമില്ല, അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അരിച്ചെടുക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ല, കാരണം ഇതുപോലെ കാഷ്യൂനട്ടിൻ്റെ തരിയൊക്കെ കിടക്കുന്നുണ്ട്. അതൊരു ചോക്കിങ് റിസ്ക് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ അരിച്ചെടുത്ത് ഈ ഒരു പരുവത്തിലാക്കി ആണ് അവർക്ക് കൊടുക്കുന്നത്. ഇത് 2 പേർക്കും. അങ്ങനെ എഴുന്നേറ്റ് ബെഡൊക്കെ ക്ലീൻ ചെയ്ത് ഇട്ടു. 2 പേരും താഴെ മാറ്റിൽ ഇരുത്തി അവരുടെ ഡയപ്പർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് പാലൊക്കെ കൊടുത്ത് അവരെ സെറ്റാക്കി. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അവരൊന്ന് അവരുടെ രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടും. ടോയ്സോ കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അവരവരുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ആ ടൈം ഇതേയും ചെറുതായിട്ട് നമ്മുടെ ടാബിൽ ഇംഗ്ലീഷ് റൈംസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് അവരവരുടെ കാര്യങ്ങൾ കുറച്ച് നേരം ചെയ്യും. അങ്ങനെ ഞാൻ ആ ഗ്യാപ്പിൽ ഫുഡ് കഴിക്കാൻ പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇന്ന്. പുട്ടും ചിക്കൻ കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സാധാ ആവശ്യമില്ല, പക്ഷേ ചേട്ടനുള്ള ദിവസം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിക്കും. അങ്ങനെ ഇവരെ കുളിപ്പിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ 2 പേരും ഉറങ്ങി. ഇവരുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ അത്. കുളിപ്പിക്കാൻ പോകുമ്പോഴേക്കും ഉറങ്ങൽ. 2 പേരും കുറച്ച് നേരം ഉറങ്ങുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മൾ കുത്തി എഴുന്നേൽപ്പിക്കും, പക്ഷെ കരച്ചിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 പേര് എഴുന്നേറ്റ് ഒരാളെ കുളിപ്പിക്കാൻ ഡ്രസ്സൊക്കെ മാറ്റി. നമ്മൾ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. ഈ ബാത്ത് ടബിൻ്റെ നമ്മൾ മേടിച്ചത് വെച്ച് കുളിപ്പിക്കും. ഇവിടുത്തെ ബാത്റൂമിൽ ബാത്ത് ടബിൽ വെച്ച് നമുക്ക് കുളിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഔട്ട് സൈഡും അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിതുപോലത്തെ ഒരെണ്ണം മേടിച്ചിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മേളിൽ വെച്ചാണ് ഇവരെ കുളിപ്പിക്കുന്നത്. അപ്പോൾ നടു അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേദന ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ കുളിപ്പിച്ച് കഴിഞ്ഞു. അങ്ങനെ 2 പേരെയും കുളിപ്പിച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച്
ക്യാരറ്റും ആപ്പിളും പ്യൂരി കൊടുക്കുകയാണ് രണ്ടുപേർക്കും. ഒരേ പ്ലേറ്റിലാട്ടോ രണ്ടുപേർക്ക് കൊടുക്കുന്നത്. മാറി മാറി ഒരു സ്പൂൺ വെച്ച് കൊടുക്കും. രണ്ടുപേരും കഴിച്ചോളും കുഴപ്പമില്ലാണ്ട്. അങ്ങനെ തുപ്പലൊന്നും ഉണ്ടാവാറില്ല. ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ചിലപ്പോൾ തുപ്പും, അല്ലെങ്കിൽ കുഴപ്പമില്ല. ആദ്യം ഒന്ന് ഇങ്ങനെ തുപ്പിയിട്ട് പിന്നെ അങ്ങ് കഴിച്ചോളും രണ്ടുപേരും. അതുകൊണ്ട് ഫുഡ് കൊടുക്കാൻ വലിയ പാടില്ല രണ്ടുപേർക്കും. അങ്ങനെ കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് നേരം ഇവർ കളിച്ചോളും, അല്ലെങ്കിൽ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളും. പക്ഷേ എന്തോ ഇന്ന് രണ്ടുപേരും ഉറങ്ങിയില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം പകൽ കിടന്ന് ഉറങ്ങാറുള്ളത്. അങ്ങനെ ഇവർക്ക് ഫുഡ് കൊടുത്തു, ഞങ്ങൾ കഴിച്ചു. ഇവർ ഉറങ്ങും എന്ന് കരുതിയിട്ട് ഉറങ്ങുന്നില്ല. ഞങ്ങൾക്കാണെങ്കിൽ രണ്ടുപേർക്കും ഉറക്കം വന്നിട്ട് രക്ഷയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോകണം. ഇവരെ ഉറക്കാൻ നോക്കിയിട്ട് രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് തിരിഞ്ഞ് കളിയാണ്. അങ്ങനെ നമ്മൾ പുറത്തേട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങി. രണ്ടുപേരും കാർ സീറ്റിലേക്ക് ആക്കി. അങ്ങനെ നമ്മൾ പാർക്കിലാണ് പോകുന്നത് കേട്ടോ. ലിവർപൂൾ ഉള്ളൊരു പാർക്കാണ്, ബൊട്ടാനിക് ഒരു ഗാർഡനാണ്. നല്ല രസമാണ് ഈ സമയത്ത് അവിടെ കാണാനൊക്കെ ആയിട്ട്. ഇലകളൊക്കെ നല്ല രസമാണ്. പിന്നെ അവിടെ ഒരു ഗാർഡൻ പോലത്തൊരു ഇതുണ്ട്, അത് നല്ല രസമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. ഈ കാണുന്ന കേട്ടോ, ഇതൊരു ബൊട്ടാനിക് ഗാർഡനാണ്. നമ്മുടെ നാട്ടിലെ കുറേ എന്താ പറയുക മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ അവിടുത്തെ ഒരു തടാകമാണിത്. അങ്ങനെ കുറച്ച് നല്ല രസമാണ്. ഇന്ന് നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റായിരുന്നു, വെയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ പോയി ഒരു ഈവനിങ് ആയപ്പോഴേക്കൊക്കെ വീട്ടിലെത്തി. രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറി. പിന്നെ കുറച്ച് നേരം താഴെ ഇരുത്തി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായി. അതിൻ്റെ ഇടയ്ക്ക് അടിയായി. രണ്ടുപേരും ഞാനൊരു കാലൊക്കെ വെച്ച് രണ്ടുപേരും രണ്ട് സൈഡിലാക്കിയിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്ത് അടി ഉണ്ടാക്കണം എന്നുള്ള രീതിയിലൊക്കെ. രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒരാൾ ഭയങ്കര കുറുമ്പാണ്, മറ്റേയാൾ നല്ല രീതിയിൽ ഉപദ്രവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ഓൾ.